സത്യം പറഞ്ഞാൽ ഇവർക്ക് ടാസ്ക് കൊടുത്ത് ബിഗ് ബോസിന് തന്നെ ഇപ്പൊ ഏതാണ്ട് മതിയായി. കാരണം അങ്ങനെയാണ് ഇപ്പൊ ഇവരുടെ ഗെയിം പൊക്കോണ്ടിരിക്കുന്നത്. കാരണം ഇവർക്ക് ഗെയിം കളിച്ച് വിൻ ചെയ്യണമെന്നോ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ വോട്ട് നേടി ആ വീട്ടിൽ കണ്ടിന്യൂ ചെയ്ത് ജയിക്കണം എന്നുള്ള ഒരു വിചാരവും ഇല്ല. ഇവർക്ക് മെയിൻലി ഉള്ള വിചാരം എന്താന്ന് വെച്ചാൽ തനിക്ക് കിട്ടാതെ മറ്റുള്ളവർക്ക് കിട്ടരുത് എന്നുള്ള വിചാരത്തിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസ്. ഒരു സീസണിൽ ഇങ്ങനെയുള്ള കണ്ടസ്റ്റൻസ് ഇതുവരെ വന്നിട്ടില്ല. ഒരുമാതിരി എന്താ പറയുക, വൃത്തികെട്ട മനോഭാവമുള്ള കണ്ടസ്റ്റൻസ്. കാരണം ബിഗ് ബോസിന് തന്നെ മതിയായി. ഇവർക്ക് ടാസ്ക് കൊടുത്ത് ബിഗ് ബോസിന് തന്നെ മതിയായി. അങ്ങനെ വീക്ക്ലി ടാസ്ക്, ആ കുപ്പി ടാസ്ക് ബിഗ് ബോസ് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. പകരം വേറൊരു കുപ്പിയും കൊണ്ട് ബിഗ് ബോസ് വന്നിരിക്കുകയാണ്. അതായത് ഇവർക്ക് ആർക്കെങ്കിലും ഇമ്മ്യൂണിറ്റി കൊടുത്തേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ബിഗ് ബോസ് വേറൊരു കുപ്പിയും കൊണ്ട് ബിഗ് ബോസ് ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പം എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്? ഇന്നത്തെ എപ്പിസോഡിൽ പരസ്പരം ചെളിവാരിയറിയലും അടിയും മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് റിവ്യൂ ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് താഴെ വന്ന് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, മഴ പെയ്യുന്നതുകൊണ്ട് നല്ലതുപോലെ ഇന്ററപ്ഷൻ ഉണ്ട് ശബ്ദം. അപ്പം ഞാൻ മാക്സിമം ഒച്ചത്തിലാണ് സംസാരിക്കുന്നത്. ഇപ്പൊ മഴ ആദ്യം എടുത്തിട്ട് അത് ക്ലിയർ ആവാത്തതും രണ്ടാമത് എടുക്കുന്നതാണ്. സോ മഴയുടെ ശബ്ദം ഇടയ്ക്ക് കയറി വരുന്നതിന് മുമ്പ് അതാണ് ഇപ്പൊ സ്പീഡിൽ ഞാൻ പറഞ്ഞു പോകുന്നത്. തോർന്നപ്പോൾ സ്പീഡിൽ ഇത്ര പറഞ്ഞു പോകുന്ന എന്റെ കാര്യം അതാണ്. ഒന്ന് ദയവ് ചെയ്ത് സഹകരിക്കുക. വീഡിയോ കാണുന്നവർ ഒന്ന് സഹകരിക്കുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അപ്പം നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് പോവാം. ആദ്യം തന്നെ ആ വീട്ടില് പഞ്ചസാരയുടെ പേരിൽ അടിയാണ്. വേറൊന്നും പറയാം, മെയിൻ കാര്യങ്ങൾ തന്നെ പറയാം. പഞ്ചസാരയുടെ പേരിൽ നെവിനും ലക്ഷ്മിയും തമ്മിലുള്ള അടിയാണ്. രണ്ടാമതായിട്ട് ബിന്നി ഷാനവാസ് തമ്മിലുള്ള ചപ്പാത്തിയുടെ പേരിൽ. എന്നിട്ട് ബിന്നിയുടെ ഹസ്ബൻഡിനെ വിളിക്കുന്നുണ്ട്, ഷാനവാസിനെ പെണ്ണുപിള്ളനെ ബിന്നിയും വിളിക്കുന്നുണ്ട്. പരസ്പരം സമാസമം. ഇതിന് അത് പറയേണ്ട കാര്യം പറയാൻ തോന്നില്ല. എന്തിനാണ് ഇവർ അടി കൂടുന്നതെന്ന് പറയാൻ തോന്നില്ല. കാരണം അങ്ങനെ ഇതുപോലെയുള്ള എന്താ ഒരു LKG സ്റ്റുഡൻസോ അല്ലെങ്കിൽ 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് പോലും ഇതിന് വേണ്ടി അടി ഉണ്ടാക്കില്ല. സീരിയസ്ലി ഇതെന്തോന്നാണിത്? എന്നിട്ട് ഇതിന് ശേഷം അവിടെ നമ്മൾ പ്രമോയില് കണ്ട അടി കാണുകയാണ്. അതായത് മെയിൻ അടി, അതായത് അനീഷും ആദിലയും തമ്മിൽ. ഇവിടെ ആദില മാക്സിമം അനീഷിനെ അഗെയിൻസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ അനീഷ് ഇപ്പൊ ആദിലയ്ക്ക് എഗെയിൻസ്റ്റ് ആണ് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആദില പാത്രം കഴുകിയില്ല. അപ്പൊ കിച്ചൺ ക്യാപ്റ്റൻ എന്നില്ല അനീഷ് പോയി പറയണം, പാത്രം കഴുകാൻ പറയണം. പക്ഷെ ഇവിടെ അനീഷ് മെയിൻലി നോക്കിയത് ആദിലിനെ ട്രിഗർ ചെയ്യാൻ തന്നെയാണ്. അത് അനീഷ് അവിടെ നിന്ന് പറയുന്ന ആ ഒരു ടോൺ കേട്ടാൽ തന്നെ മനസ്സിലാവും ആദിലിനെ മാക്സിമം ട്രിഗർ ചെയ്യാൻ തന്നെയാണ് നോക്കിയത്. അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഓർത്ത്, ഈ ആരും പാത്രം കഴുകിയില്ലെന്ന് പറഞ്ഞിട്ട് അനീഷ് അവിടെ ഉണ്ടാക്കിയ ആ ഒരു കോലാഹലം എന്താണ്? അത് ട്രോള് വരെ ആയിട്ട് ആൾക്കാർ കൈയടിച്ച കാര്യമാണ് ആരിനെ കൊണ്ട് പാത്രം കഴുകിച്ചത്. അങ്ങനെ പാത്രം കഴിച്ച ഒരു അനീഷിന് ഈ ആദ്യം എന്തുകൊണ്ട് പാത്രം കഴിക്കാൻ പറ്റില്ല? സുഖമായിട്ട് പാത്രം കഴിക്കാൻ പറ്റും. മാക്സിമം ആദിനെ പ്രൊവോക്ക് ചെയ്യിപ്പിക്കാൻ തന്നെയാണ് അനീഷ് അവിടെ നോക്കിയത്. ആൻഡ് അത് ആദിലേക്ക് മനസ്സിലായി. ആദിന് നല്ലതുപോലെ പ്രൊവോക്ഡായി അനീഷിനെ ബെഡെല്ലാം വലിച്ചിട്ടിച്ച് ആദിലെ പാത്രം കഴുകാൻ പോയിട്ട് എന്നിട്ട് ആ വാഷ് ബേസിന് മുമ്പിൽ കൂട്ടയടി ആദിലെയും അനീഷും തമ്മിൽ. ആദിലെ പാത്രം കഴുകുന്ന ചെടിവെള്ളമൊക്കെ അനീഷ് തെറിപ്പിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ അവിടെ അടി വഴക്ക്. ഷാനവാസ് ഇടപെടുന്നു, നെവിൻ ഇടപെടുന്നു, എല്ലാവരും ഇടപെടുന്നു. ആദ്യം ആദിൽ അവിടെ കിടക്കുമ്പോൾ പോയി പാത്രം കഴുകാൻ പറയണം. അപ്പോഴേക്കും ആദിലേക്ക് ട്രിഗറിക്കാണെന്ന് മനസ്സിലായി. അങ്ങനെ കുറെ നേരം അനീഷ് പറഞ്ഞിട്ട് പോലും ആദിലെ പാത്രം കഴുകുന്നില്ല. ഇതിന് ശേഷം എന്നാൽ ഞാൻ പോയി പാത്രം കഴുകാം എന്ന് പറഞ്ഞ് അനീഷ് പോയിട്ട് പാത്രം കഴുകുകയാണ്. പക്ഷെ ആദിലെ ട്രിഗറായിട്ട് ആദിലെ ബെഡെല്ലാം വലിച്ചു തിരിയിപ്പിച്ച് ആദിലെ പോയിട്ട് പാത്രം കഴുകി അവിടെ മൊത്തം അവിടെ വഴക്കുണ്ടാവുന്നുണ്ട്. ആദിലെ നല്ലതുപോലെ ആദിലെ അനീഷ് ട്രിഗർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആദിലെ ട്രിഗർ ആയിട്ടുമുണ്ട്. ഇതിന് ശേഷം ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്യാണ് വീക്ക്ലി ടാസ്ക് ക്യാൻസൽ ചെയ്യുന്നു. ഞാൻ സുല്ലിട്ടു, എനിക്ക് മതിയെ, ഞാൻ വീക്ക്ലി ടാസ്ക് ക്യാൻസൽ ചെയ്യുകയാണ്. നിങ്ങൾക്ക് പരസ്പരം തനിക്ക് കിട്ടാത്തത് വേറെ ആൾക്ക് കിട്ടണ്ട എന്നുള്ള മനോഭാവത്തിൽ നിൽക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വീക്ക്ലി ടാസ്ക് വരും? അതുകൊണ്ട് ഒരു വീക്ക്ലി ടാസ്ക് നേരാവണ്ണം ചെയ്യാൻ പറ്റില്ല, അറിയില്ല എന്നും പറഞ്ഞ് ബിഗ് ബോസ് വീക്ക്ലി ടാസ്ക് ക്യാൻസൽ ചെയ്തു. പകരം ഒരു ടാസ്ക് നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി തരാണ്ട് ഒരു ടാസ്ക് തരുന്നുണ്ടെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. ഇതിന് ശേഷം അവിടെ അബിയും നെവിനും തമ്മിലൊരു വഴക്കുണ്ടാവുന്നുണ്ട്. അതായത് അബിയും നെവിനും ആ കുപ്പിയുടെ പേരിൽ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടോക്ക് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ആദില അനീഷിനെ കട്ടെടുത്ത കോയിൻ എടുത്ത് ഷാനവാസിന് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ആദില പറയുന്നുണ്ട്. എന്നിട്ട് പണിക്കുപ്പി എന്ന് പറഞ്ഞാണ് ടാസ്ക് വരുന്നത്, അതായത് ഇമ്മ്യൂണിറ്റി ടാസ്ക് വരുന്നത്. പണിക്കുപ്പി എന്നാണ് പേര്. അപ്പൊ ആ ടാസ്കിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവരിങ്ങനെ വട്ടമേശ സമ്മേളനം പോലെ ആക്ടിവിറ്റി ഏരിയയിൽ ഇരിക്കും. ഇവർ ബ്ലൈൻഡ് ഫോഴ്സിൽ മറച്ചിരിക്കും. ബിഗ് ബോസിന്റെ പ്രതിനിധി ഉണ്ടാവും. ബിഗ് ബോസ് ഇവരെ കൊണ്ട് കളിപ്പിച്ചില്ല, ജഡ്ജസ് ആയിട്ടൊന്നും ഇവരെ നിർത്തിയില്ല. ബിഗ് ബോസ് തന്നെ ബിഗ് ബോസിന്റെ ടീമിനെ ഇറക്കി, ബിഗ് ബോസിന്റെ പ്രതിനിധികളെ ഇറക്കും. അപ്പൊ ഇവരിങ്ങനെ ഒരു ലോട്ട് എടുക്കും. അതിൽ ആരുടെ പേരാണ് കാണുന്നത്
അയാളുടെ മുമ്പിൽ അയാളുടെ ബ്ലൈൻഡ് ഫോൾസ് ബിഗ് ബോസിന്റെ ആൾക്കാർ മറയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ബ്ലൈൻഡ് ഫോൾസ് മറക്കുകയല്ല ഊരും. ആ ബ്ലൈൻഡ് ഫോൾസ് ഊരിയ ആളാരാണ്, അയാൾ പോയിട്ട് ഈ കുപ്പി, ഇമ്മ്യൂണിറ്റി എഴുതിയൊരു കുപ്പിയാണ്, ആ കുപ്പി കൊണ്ടുപോയിട്ട് തനിക്ക് പുറത്താക്കേണ്ട ആളാരാണോ ആ ആളുടെ മുമ്പിൽ കൊണ്ട് കുപ്പി വെക്കുക. അങ്ങനെ എന്നിട്ട് ആ കുപ്പി ആളുടെ മുമ്പിൽ ഇരിക്കുക. അയാൾ ബ്ലൈൻഡ് ഫോൾസ് മാറ്റുമ്പം അയാൾ കുപ്പി കാണും. ആ കുപ്പി ആളുടെ മുമ്പിൽ ഇരിക്കുന്നു. അയാൾ പോയിട്ട് ആരാണ് തൻ്റെ മുമ്പിൽ കുപ്പി വെച്ചത്, അപ്പം അയാൾ എന്ത് ചെയ്യണം, അയാൾ ആരും ഗസ് ചെയ്ത് കണ്ടുപിടിക്കണം. ഇത് കറക്റ്റ്ലി ഗസ് ചെയ്യാൻ കണ്ടുപിടിച്ചില്ലെങ്കിൽ കുപ്പി ആളുടെ മുമ്പിൽ നിന്ന് അയാൾ ഔട്ടാവും. കറക്റ്റ് ഗസ് ചെയ്താൽ കുപ്പി ആര് വെച്ചോ അയാൾ ഔട്ടാവും. അതായത് നേരെ ലിവിങ് ഏരിയയിലേക്ക് പോകും, വീട്ടിനകത്തേക്ക് പോകും. ഫസ്റ്റ് ആര്യനാണ് നറുക്ക് വരുന്നത്. ആര്യൻ പോയിട്ട് നമ്മുടെ ജിഷിന്റെ മുമ്പിൽ കുപ്പി വയ്ക്കുന്നു. ജിഷിനാണെങ്കിൽ അബിയെ ഗസ് ചെയ്യുന്നു. അങ്ങനെ ജിഷിനെ വിറ്റാവും, ജിഷിൻ പുറത്താവുന്നു. നെവിൻ പോയിട്ട് ആര്യന്റെ മുമ്പിൽ കുപ്പി വയ്ക്കുന്നു. ആര്യൻ കറക്റ്റ്ലി നെവിനെ ഗസ് ചെയ്യുന്നു, നെവിൻ ഔട്ടാവുന്നു. സാബുമാൻ അനുമോളെ മുമ്പിൽ കുപ്പി വയ്ക്കുന്നു. അനുമോൾ അബിയെ ഗസ് ചെയ്യുന്നു, അനുമോൾ ഔട്ടാവുന്നു. അനീഷ് അക്ബറിന്റെ മുമ്പിൽ കുപ്പി വയ്ക്കുന്നു. അക്ബർ കറക്റ്റ്ലി ഗസ് ചെയ്യുന്നു, അനീഷ് ഔട്ടാവുന്നു. ആദില സാബുമാന്റെ മുമ്പിൽ കുപ്പി വയ്ക്കുന്നു. സാബുമാൻ കറക്റ്റ്ലി ഗസ് ചെയ്യുന്നു, അങ്ങനെ ആദിൽ ഔട്ടാവുന്നു. ലക്ഷ്മി ഒനീലിന്റെ മുമ്പിൽ കുപ്പി വയ്ക്കുന്നു. ഒനീൽ അബിനെ ഗസ് ചെയ്യുന്നു, അങ്ങനെ ഒനീൽ ഔട്ടാവുന്നു. ലക്ഷ്മി സാബുമാന്റെ മുമ്പിൽ കുപ്പി വയ്ക്കുന്നു. അങ്ങനെ സാബുമാൻ കറക്റ്റ്ലി ഗസ് ചെയ്യുന്നു, അങ്ങനെ ലക്ഷ്മി ഔട്ടാവുന്നു. ബിന്നി ഷാനവാസിന് മുമ്പിൽ കുപ്പി വയ്ക്കുന്നു. ഷാനവാസ് അബീനെ ഗസ് ചെയ്യുന്നു, അങ്ങനെ നമ്മുടെ ബിന്നി അങ്ങനെ ഷാനവാസ് ഔട്ടാവുന്നു. സാബുമാൻ ആര്യന് മുമ്പിൽ കുപ്പി വയ്ക്കുന്നു. ആര്യ കറക്റ്റ്ലി ഗസ് ചെയ്യുന്നു, അങ്ങനെ സാബുമാൻ ഔട്ടാവുന്നു. ജിസേൽ നൂറയുടെ മുമ്പിൽ കുപ്പി വയ്ക്കുന്നു. നൂറ കറക്റ്റ്ലി ഗസ് ചെയ്യുന്നു, അങ്ങനെ ജിസേൽ ഔട്ടാവുന്നു. നൂറ അബിയുടെ മുമ്പിൽ കുപ്പി വയ്ക്കുന്നു. അബി ബിന്നിയെ ഗസ് ചെയ്യുന്നു, അങ്ങനെ നൂറ ഔട്ടാവുന്നു. ബിന്നി ആര്യന്റെ മുമ്പിൽ അങ്ങനെ അബി ഔട്ടാവുന്നു. ബിന്നി ആര്യന്റെ മുമ്പിൽ കുപ്പി വയ്ക്കുന്നു. ആര്യൻ അക്ബറിനെ ഗസ് ചെയ്യുന്നു, പക്ഷെ ആര്യൻ അക്ബറിനെ ഗസ് ചെയ്യുന്നു, അങ്ങനെ ആര്യൻ ഔട്ടാവുന്നു. നൂറ ബിന്നിയുടെ മുമ്പിൽ കുപ്പി വയ്ക്കുന്നു. ബിന്നി കറക്റ്റ്ലി ഗസ് ചെയ്യുന്നു, അങ്ങനെ നൂറ ഔട്ടാവുന്നു. അക്ബർ ബിന്നിയാണ് ലാസ്റ്റ് വന്നത്. എന്നിട്ട് ഇവർ തമ്മിൽ ഇമവെട്ടൻ മത്സരമാണ് നടക്കുന്നത്. അങ്ങനെ 2 റൗണ്ട് കഴിയുമ്പോൾ ബിന്നിയാണ് ജയിക്കുന്നത്. അങ്ങനെ ബിന്നി ഇമ്മ്യൂണിറ്റി പവർ നേടുകയാണ്. ഇതിനുശേഷം അനീഷ് ഷാനവാസും തമ്മിൽ ഒരു വാക്ക് തീർക്കാം. അതായത് അനീഷിന്റെ കോയിൻ കാണാനില്ലാത്തതുകൊണ്ട് അനീഷ് പോയിട്ട് ഡൈനിങ് ഏരിയയിലെ ക്യാമറയോട് പറയുന്നുണ്ട്. അപ്പൊ അനീഷിനെ മാക്സിമം ഷാനവാസ് ഇന്ററപ്റ്റ് ചെയ്യാം. ഷാനവാസ് പോകുന്ന പറഞ്ഞാൽ അനീഷിന് അവിടെ ട്രിഗർ ആവുന്നുണ്ട്. ഇതിനുശേഷം ഐജിയുടെ സ്പോൺസർ ടാസ്ക് അതിലും അടി, സ്പോൺസർ ടാസ്കിന്റെ ഇടയ്ക്ക് പോലും അടി. ഇത് ആദ്യമായിട്ടാണ് സ്പോൺസർ ടാസ്കിന്റെ ഇടയ്ക്ക് ഇത്ര വലിയ അടി. സ്പോൺസർ ടാസ്കിന്റെ ഇടയ്ക്ക് മെയിൻ അടി എന്താണെന്ന് പറയാം. സ്പോൺസർ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഐജിയുടെ ഹോം അപ്ലയൻസിന്റെ ഗാഡ്ജറ്റ്സിന്റെ ഒക്കെ പടം അവിടെ വച്ചിരിക്കും. അപ്പം ടി വിയിൽ വരുന്ന പടം ഏതിൻ്റെയാണോ അതിന്റെ പുറത്ത് പോയി നിൽക്കുക. എന്നിട്ട് പുറത്ത് നിൽക്കാൻ പറ്റാത്തവരെ ഔട്ടായി പോവുക. നമ്മൾ കുളങ്കര കളിക്കില്ലേ അതുപോലെ. അങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് ജിസയിലും ബിന്നിയും തമ്മിലടി, ബിന്നി ഷാനവാസ് തമ്മിലടി. അവിടെ എന്താണ് അനീഷും ജിഷിനും തമ്മിൽ. ആദ്യം ജിഷിനാണ് പോയി നിൽക്കുന്നത്. ജിഷിൻ പോയി നിന്നിട്ട് ജിഷിൻ പോയി നിൽക്കുന്ന സമയത്ത് അനീഷ് അവിടെ വേണ്ടിയിട്ട് അനീഷ് എഴഞ്ഞു പോയിട്ട് അവിടെ നിൽക്കുക. അങ്ങനെ ജിഷിന്റെ കാലിൻ്റെ അടിയിൽ പോയിട്ട് അനീഷ് നിൽക്കുകയാണ്. അങ്ങനെ ജിഷിൻ മാക്സിമം ആയിട്ട് തൊഴിക്കുന്നുണ്ട് അനീഷിന് നല്ലതുപോലെ ജിഷിൻ ചവിട്ടുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, അനീഷിന്റെ ആ ഒരു അപ്പുറത്തെ ബിഹേവിയർ കണ്ടാൽ ആർക്കാലും ട്രിഗർ ആയിപ്പോവും. ഇത് എൻ്റെ അഭിപ്രായമാണ്. ആർക്കാലും ട്രിഗർ ആയി പോകുന്ന ഫീൽ ചെയ്യും. കാരണം അങ്ങനെയാണ്. ജിഷിനാണെങ്കിൽ മാക്സിമം ട്രിഗർ ആയിട്ട് ജിഷിന് നല്ല ചവിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജിഷിനെ ഷാനവാസ് എവിക്റ്റ് ചെയ്ത് അത് ഔട്ടാക്കുകയാണ്. അങ്ങനെ അനീഷ് അവിടെ നിൽക്കുകയാണ്. പക്ഷെ നെക്സ്റ്റ് റൗണ്ടിൽ അനീഷ് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതിന് ശേഷം ലാസ്റ്റ് നെവിൻ അക്ബർ വരും. അങ്ങനെ നെവിൻ ആ മൈജിയുടെ ഇതെടുത്തിട്ട് നെവിനാണ് ടാസ്ക് വിൻ ചെയ്യുന്നത്. സ്പോൺസർ ടാസ്കിനിടയ്ക്ക് പോലും അടി. എന്നിട്ട് ഷാനവാസും ആതിരയും തമ്മിലൊരു ടോക്ക് അവിടെ നടക്കുന്നുണ്ട്. ഇല്ല, ഇതിനിടയ്ക്ക് ഷാനവാസിന്റെ അടുത്ത് അനു പറയുന്നുണ്ട് ആ കോയിൻ അങ്ങ് തിരിച്ചു കൊടുത്തേക്ക്. ഇതിനിടയ്ക്ക് അനീഷ് പോയിട്ട് തൃശ്ശൂർ എന്തോ ക്യൂടെക്സിട്ട് എഴുതിയിട്ട് അത് ക്യാമറ കാണിക്കാൻ പോകും. അപ്പൊ അത് ഷാനവാസ് എന്ത് ചെയ്തു, അത് തട്ടിപ്പറിച്ചോണ്ട് പോയി. അങ്ങനെ അനീഷ് പോയിട്ട് ആ മൈജി കോണറിന്റെ ഇടയ്ക്ക് അവിടെയുള്ള ക്യാമറ എടുത്ത് പോയിട്ട് ഇതിന് സങ്കടം പറയാണ് ബിഗ് ബോസിനോട്. എന്നിട്ട് ഷാനവാസും അതിലും നമ്മൾ ടോക്ക് നടക്കുന്നത് ഈ അനീഷുമായിട്ടുള്ള പ്രശ്നം പറഞ്ഞു തീർക്കുക. അനീഷ് സൗഹൃദമാണ് ഇഷ്ടം എന്ന് പറയുന്ന കേട്ടില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ അതിലൊട്ടും വില്ലിങ് ആവുന്നില്ല. ഇതിനിടയ്ക്ക് ലക്ഷ്മി ആണെങ്കിൽ പോയിട്ട് പുറത്ത് കിടക്കുമ്പോൾ അക്ബർ പോയിട്ട് ചൊറിയുന്നുണ്ട്. ഇവിടെയാണ് ഈ എപ്പിസോഡ് തീരുന്നത്. ഈ ഒരു വല്ലാത്തൊരു കണ്ടസ്റ്റൻസ് തന്നെ. ഇനി നാളെ ജയിൽ ടാസ്കും ക്യാപ്റ്റൻസി ടാസ്കും അല്ലാതെ വേറെ ഒരു കണ്ടന്റും കാണില്ല. കൂടിപ്പോയ ഒരു സ്പോൺസർ ടാസ്കും കാണും. വല്ല അടിയോ പിടിയോ ഇതുപോലെ ഉണ്ടാവും. ഈ ഒരു ആഴ്ച അത്രയും ഫ്ലോപ്പ് ആയിട്ടുള്ള ആഴ്ചയൊന്നും ഒരു കണ്ടന്റും ഇല്ലാത്ത ആഴ്ചയായിരുന്നു. സീരിയസ്ലി നല്ലൊരു കണ്ടന്റ് കഴിഞ്ഞ 2 വീക്ക്ലി ടാസ്ക് കണ്ടന്റ് നിന്നായിരുന്നല്ല, പക്ഷെ ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു വീക്ക്ലി ടാസ്ക് ആയിപ്പോയി. നല്ലൊരു ടാസ്ക് ആയിരുന്നു. നല്ല കുളം തോണ്ടി വെച്ചു ഇവര്.
സത്യം പറഞ്ഞാൽ ഇതൊക്കെ ലാലേട്ടൻ വൃത്തിയൊക്കെ കൊടുത്തിട്ട് എന്തെങ്കിലും പണിഷ്മെന്റ് വീട്ടുകാർക്ക് മൊത്തം കൊടുക്കണം. സീരിയസ്ലി എന്തെങ്കിലും നല്ല കട്ടിക്ക് ഒരു പണിഷ്മെന്റ് വീട്ടുകാർക്ക് മൊത്തം കൊടുക്കണം. അല്ലാതെ ശരിയാവില്ല. അല്ലെങ്കിൽ ലാലേട്ടൻ വന്നിട്ട് മോനെ എന്താ മോനെ ഇങ്ങനെ കാണിക്കുന്നത്, എന്നിട്ട് അനീഷിനെ വെച്ച് അനീഷേ എന്താണിത്, ജിസേൽ എന്താണിത്, ഇങ്ങനെ പോയിട്ട് ഓരോരുത്തരും സോപ്പിടിച്ചതിന് ഒരു കാര്യമില്ല. മാക്സിമം ഇവർക്ക് ഒരു പണിഷ്മെന്റ് കൊടുത്തേ പറ്റുള്ളൂ. അതായത് ഇവരുടെ പേഴ്സണൽ ഗ്രഡ്ജും എല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഇട്ടൊരു പണിഷ്മെന്റ് കൊടുത്തേ പറ്റുള്ളൂ. മാറി വന്നതാണ്. കാരണം അനുവിനിപ്പോ ജിസേലിനോടും ഇല്ല ഒരു ഗ്രഡ്ജ് ഇല്ല, ആര്യനിപ്പോ ജിസേലിനോട് ഒരു ഗ്രഡ്ജ് ഇല്ല, ജിസേലിന് അനുവിനോട് ഒരു ഗ്രഡ്ജ് ഇല്ല. ഇപ്പൊ ആര്യനും ജിസേലും തമ്മിൽ അടിയാണ്. ആര്യനും ജിസേലും തമ്മിലിപ്പോ ഇവിടെ പൊരിഞ്ഞ അടി നടക്കുകയാണ്. എനിവേ ഇനി ഇപ്പൊ ആര്യനും ജിസേലിന്റെ അടി നമുക്ക് ഇതിൽ കാണാം. അതായത് ചപ്പാത്തിയുടെ പേരിലുള്ള അടിയാണ്. അപ്പം എന്താണ് ഇനി നാളത്തെ എപ്പിസോഡിലൊന്ന് കാണാം. സോ ഇത്രയേ ഉള്ളൂ, പറയാൻ വേറെ ഒന്നുമില്ല. താങ്ക് യു ഓൾ. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക, ഒന്ന് കമന്റ് ചെയ്യുക.